നമസ്കാരം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് നിങ്ങളുടെ ബിടെക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഒഴിവാക്കാനാവാത്ത ഒരു വിഷയമാണ് സിങ്ക്രോണൈസേഷൻ. കൺകറന്റ് പ്രോഗ്രാമിംഗിൽ, അതായത് ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം, അതിനുള്ള താക്കോലാണ് ലോക്കുകളും സിങ്ക്രോണൈസേഷനും. നമുക്ക് ഇതിലേക്ക് കടക്കാം. ശരി, അപ്പം നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നത് നോക്കാം. ആദ്യം എന്താണ് ഈ റേസ് കണ്ടീഷൻ എന്ന പ്രശ്നം എന്ന് മനസ്സിലാക്കും. പിന്നെ അതിനുള്ള പരിഹാരങ്ങളായ ലോക്കുകൾ, സ്പിൻ ലോക്കുകൾ എന്നിവയെപ്പറ്റി പഠിക്കും. അതിനുശേഷം ഹാർഡ്വെയർ എങ്ങനെയാണ് ഇതിനെ സഹായിക്കുന്നതെന്നും അവസാനം സ്പിന്നിങ്ങും സ്ലീപ്പിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും നോക്കാം. റെഡിയല്ലേ? അപ്പോ നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് കടക്കാം. റേസ് കണ്ടീഷൻ. എന്തുകൊണ്ടാണ് കൺകറന്റ് കോഡ് പലപ്പോഴും പരാജയപ്പെടുന്നത്? ഇതിന്റെ പ്രധാന കാരണം ഈ റേസ് കണ്ടീഷനാണ്. എന്താണിത്? ഒന്നിലധികം പ്രോഗ്രാമുകൾ ഒരേ ഡാറ്റയെ ഒരേ സമയം മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത്. ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. 2 പ്രോഗ്രാമുകൾ ഒരേ കൗണ്ടർ ഒരേ സമയം അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്ത് സംഭവിക്കും? ഇത് ശരിക്കും ഒരു ബാങ്ക് അക്കൗണ്ട് പോലെയാണ്. നിങ്ങൾ ഒരേ സമയം ATMൽ നിന്നും ഓൺലൈനായും പണം പിൻവലിക്കാൻ ശ്രമിച്ചാൽ എന്താകും അവസ്ഥ? സിസ്റ്റത്തിന് ശരിയായ നിയന്ത്രണമില്ലെങ്കിൽ അക്കൗണ്ടിലെ ബാലൻസ് ആകെ താറുമാറാകും, അല്ലേ? ഇതാണ് കൺകറൻസിയിലെ ഏറ്റവും വലിയൊരു തലവേദന. അപ്പോ ഈ ഒരു പ്രശ്നത്തിനാണ് നമ്മൾ റേസ് കണ്ടീഷൻ എന്ന് ടെക്നിക്കലായി പറയുന്നത്. അതായത് ആരാണോ ഓട്ടത്തിൽ ജയിക്കുന്നത് അതനുസരിച്ചിരിക്കും ഫലം. ഇത് പ്രവചിക്കാൻ പറ്റില്ല. ഓരോ തവണ പ്രോഗ്രാം റൺ ചെയ്യുമ്പോഴും വേറെ വേറെ ഉത്തരം കിട്ടാം. സ്വാഭാവികമായും അങ്ങനെയുള്ളൊരു പ്രോഗ്രാമിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അല്ലേ? ഡേറ്റ മുഴുവൻ കറപ്റ്റായി പോവും. ഇവിടെ നോക്കൂ, ഇതൊരു നല്ല ഉദാഹരണമാണ്. നമ്മുടെ കയ്യിൽ ഒരു കൗണ്ടറുണ്ട്. അതിലെ വാല്യൂ 5 ആണ്. പ്രോസസ് എ വന്നിട്ട് അതിനോട് 1 കൂട്ടാൻ പറയുന്നു, അതായത് 6 ആക്കാൻ. അതേസമയം തന്നെ പ്രോസസ് ബി വന്നിട്ട് 1 കുറയ്ക്കാൻ പറയുന്നു, അതായത് 4 ആക്കാൻ. രണ്ടും ഒരേ സമയം 5 എന്ന വാല്യൂ വായിച്ചാലോ അവസാന ഉത്തരം എന്താവും? ചിലപ്പോൾ 6 ആകാം, ചിലപ്പോൾ 4 ആകാം, ചിലപ്പോൾ 5 തന്നെയും ആകാം. ഏതാണ് ശരിയുത്തരമെന്ന് പറയാൻ പറ്റില്ല. ഇതാണ് റേസ് കണ്ടീഷന്റെ പ്രശ്നം. ശരി, അപ്പൊ ഈ റേസ് കണ്ടീഷൻ എന്ന തലവേദന എങ്ങനെ ഒഴിവാക്കാം? അതിനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ പരിഹാരമാണ് ലോക്കുകൾ. അതെ, സാധാരണ താക്കോലും പൂട്ടും പോലെ തന്നെ. എന്താണ് ഈ ലോക്കുകൾ? ഇതെങ്ങനെയാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ഉറപ്പാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സിമ്പിളായി പറഞ്ഞാൽ, ഒരു റിസോഴ്സിലേക്കുള്ള ആക്സസ് നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമാണ് ലോക്ക്. ഒരു ഉദാഹരണം പറയാം. ഒരാൾക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റൂമുണ്ടെന്ന് കരുതുക. അതിന്റെ താക്കോൽ ഒരാളുടെ കയ്യിലാണെങ്കിൽ അയാൾ അത് തിരിച്ചു തരുന്നതുവരെ മറ്റാർക്കും അകത്ത് കടക്കാൻ പറ്റില്ല, അല്ലേ? അതുപോലെയാണ് ലോക്കും. ഈയൊരു ആശയത്തിനാണ് നമ്മൾ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. അതായത് ഒരാൾ ക്രിട്ടിക്കൽ സെക്ഷനിൽ, അതായത് ആ ഷെയർഡ് ഡേറ്റ ഉപയോഗിക്കുന്ന കോഡിന്റെ ഭാഗത്തായിരിക്കുമ്പോൾ മറ്റാരെയും അങ്ങോട്ട് പ്രവേശിപ്പിക്കില്ല. മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഇത് നമ്മുടെ ഡേറ്റയെ സുരക്ഷിതമാക്കുന്നു. ഓക്കെ, അപ്പോ ഒരാള് ലോക്ക് ഉപയോഗിക്കുമ്പോൾ മറ്റുള്ളവർ എന്തു ചെയ്യും? സ്വാഭാവികമായും കാത്തിരിക്കണം. പക്ഷേ എങ്ങനെ കാത്തിരിക്കും? അതിലൊരു രീതിയാണ് സ്പിൻ ലോക്കുകൾ. ഇതിനെ ബിസി വെയിറ്റിംഗ് എന്നും പറയും. പേര് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു തിരക്കുള്ള കാത്തിരിപ്പാണെന്ന് തോന്നുന്നില്ലേ? എന്താണെന്ന് നോക്കാം. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ത്രെഡ് ലോക്ക് കിട്ടാനായി വെറുതെയിരിക്കില്ല. അത് സിപിയുവിനെ വിട്ടുകൊടുക്കാതെ ഒരു ലൂപ്പിലിരുന്ന് ലോക്ക് ഫ്രീ ആയോ എന്ന് നിർത്താതെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ ബിസി വെയിറ്റിംഗ് എന്ന് പറയുന്നത്. വെറുതെ സിപിയുവിനെ ബിസിയാക്കി വെക്കുകയാണ്. ഇതിന്റെ പ്രവർത്തനം വളരെ സിമ്പിളാണ്. സ്റ്റെപ്പ് 1, ലോക്ക് ഫ്രീ ആണോ നോക്കുക, അല്ലേ? ശരി, എങ്കിൽ നേരെ സ്റ്റെപ്പ് 1ലേക്ക് തിരിച്ചുപോകുക. വീണ്ടും നോക്കുക. അതെ, ലോക്ക് ഫ്രീ ആണ്. എങ്കിൽ ലോക്ക് എടുത്ത് ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് കടക്കുക. ഈ ലൂപ്പിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇനി ഒരൊറ്റ സിപിയു ഉള്ള സിസ്റ്റത്തിൽ ഇത് സംഭവിച്ചാലോ? ലോക്ക് കയ്യിലുള്ള പ്രോസസ്സിന് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കാതെ ഈ ത്രെഡ് സിപിയു മുഴുവൻ ഉപയോഗിച്ച് തീർക്കും. അതൊരു വലിയ പ്രശ്നമാണ്. അപ്പൊ സ്പിൻ ലോക്കുകൾക്ക് ഉപയോഗമൊന്നുമില്ലേ? ഉണ്ട്. മൾട്ടി പ്രോസസർ സിസ്റ്റങ്ങളിൽ, അതായത് ഒന്നിലധികം സിപിയുകളുള്ള സിസ്റ്റങ്ങളിൽ ലോക്ക് വളരെ കുറച്ചു നേരത്തേക്ക് പിടിച്ചുവെക്കുന്നുള്ളൂ എന്നുറപ്പുണ്ടെങ്കിൽ സ്പിൻ ലോക്കുകൾ നല്ലതാണ്. കാരണം കാത്തിരിക്കുന്ന സമയം വളരെ കുറവായിരിക്കും. പെട്ടെന്ന് ലോക്ക് കിട്ടും. അപ്പം നമ്മള് ലോക്കിനെ പറ്റി പറഞ്ഞു. പക്ഷെ ഒരു പ്രധാന ചോദ്യമുണ്ട്. ഈ ലോക്ക് സെറ്റ് ചെയ്യുന്ന പ്രോസസ്സിൽ തന്നെ ഒരു റേസ് കണ്ടീഷൻ വന്നാലോ? അതെങ്ങനെ ഒഴിവാക്കും? അതിനുള്ള ഉത്തരമാണ് ഹാർഡ്വെയർ സപ്പോർട്ട്. ലോക്കുകൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ചോദ്യമിതാണ്, ഒരു ലോക്കിനെ ലോക്ക് ചെയ്യാൻ നമുക്ക് വേറൊരു ലോക്ക് ആവശ്യമുണ്ടോ?
കാരണം ലോക്ക് ഫ്രീ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതും അതിനെ ലോക്ക്ഡ് എന്ന് മാറ്റുന്നതും 2 സ്റ്റെപ്പുകളായാൽ അതിനിടയിൽ വേറൊരു ത്രെഡ് വന്ന് കയറിക്കൂടെ? അപ്പോൾ വീണ്ടും റേസ് കണ്ടീഷനായി. ഇതിനൊരു പരിഹാരം സോഫ്റ്റ്വെയറിലില്ല, നമുക്ക് ഹാർഡ്വെയറിന്റെ സഹായം വേണം. ഇവിടെയാണ് അറ്റോമിക് ഓപ്പറേഷൻ എന്ന ആശയം വരുന്നത്. അറ്റോമിക് എന്ന് പറഞ്ഞാൽ വിഭജിക്കാൻ കഴിയാത്തത്. ഒരു ഓപ്പറേഷൻ തുടങ്ങിയാൽ അത് പൂർത്തിയായിട്ടേ നിൽക്കൂ. ഇടയ്ക്ക് വെച്ച് ആർക്കും അതിൽ ഇടപെടാൻ പറ്റില്ല. ഒന്നുകിൽ അത് മുഴുവനായി നടക്കും, അല്ലെങ്കിൽ നടക്കുകയേയില്ല. ഒരു ബാങ്ക് ട്രാൻസ്ഫർ പോലെ ഇടയ്ക്ക് വെച്ച് പവർ പോയാൽ പണം നഷ്ടപ്പെടാൻ പാടില്ലല്ലോ. അങ്ങനെയുള്ളൊരു ഹാർഡ്വെയർ ഇൻസ്ട്രക്ഷനാണ് കമ്പയർ ആൻഡ് സ്വാപ്പ് അല്ലെങ്കിൽ CAS. അതിന്റെ ലോജിക് സിമ്പിളാണ്. ആദ്യം മെമ്മറിയിലൊരു വാല്യൂ വായിക്കുന്നു, എന്നിട്ട് ആ വാല്യൂ ഞാൻ വിചാരിച്ച വാല്യൂ തന്നെയാണോ എന്ന് കമ്പയർ ചെയ്യുന്നു. ഉദാഹരണത്തിന് ലോക്ക് ഫ്രീ ആണോ, അതായത് 0 ആണോ എന്ന് നോക്കുന്നു. അതെ 0 ആണെങ്കിൽ മാത്രം അതിനെ 1 ആക്കി മാറ്റുന്നു. ഈ 3 സ്റ്റെപ്പുകളും റീഡ്, കമ്പയർ, റൈറ്റ് ഒരൊറ്റ അറ്റോമിക് സ്റ്റെപ്പായിട്ടാണ് നടക്കുന്നത്. ഇതോടെ റേസ് കണ്ടീഷൻ ഒഴിവായി. അപ്പോ ലോക്ക് കിട്ടാൻ വേണ്ടി കാത്തിരിക്കാൻ നമ്മൾ 2 വഴികൾ കണ്ടു. ഒന്ന് CPU-നെ വെറുതെ ഇരുത്താത്ത സ്പിന്നിംഗ്, മറ്റേതെന്താണ്? അതാണ് സ്ലീപ്പിംഗ്. ഈ 2 സമീപനങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഏതാണ് നല്ലത്? ഇതാണ് സിൻക്രണൈസേഷനിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അപ്പൊ എന്താണ് വ്യത്യാസം? സ്പിന്നിങ് അല്ലെങ്കിൽ ബിസി വെയിറ്റിംഗില് ത്രെഡ് CPU-വിനെ കയ്യിൽ വെച്ചുകൊണ്ട് ലോക്കിനു വേണ്ടി കാത്തിരിക്കുന്നു. എന്നാൽ സ്ലീപ്പിംഗില് അങ്ങനെയല്ല. ത്രെഡ് CPU-വിനെ വിട്ടുകൊടുത്തിട്ട് ഒരു ക്യൂവിൽ പോയി നിൽക്കും, അതായത് ഉറങ്ങാൻ പോകും. എപ്പോഴാണോ ലോക്ക് ഫ്രീ ആവുന്നത്, അപ്പോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വന്ന് ഈ ത്രെഡിനെ വിളിച്ചുണർത്തും. ഇതാണ് പ്രധാന വ്യത്യാസം. ഈ ടേബിൾ നോക്കിയാൽ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും. പരീക്ഷയ്ക്ക് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. CPU ഉപയോഗം നോക്കിയാൽ സ്പിന്നിങ്ങിൽ അത് വളരെ കൂടുതലാണ്, വെറുതെ സൈക്കിൾസ് വേസ്റ്റ് ആകുന്നു. സ്ലീപ്പിംഗിൽ അത് കുറവാണ്, കാരണം ത്രെഡ് CPU വിട്ടുകൊടുക്കുന്നു. പക്ഷേ ലേറ്റൻസി, അതായത് ലോക്ക് കിട്ടാനുള്ള താമസം സ്പിന്നിങ്ങിൽ കുറവാണ്, കാരണം അതെപ്പോഴും ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണല്ലോ. സ്ലീപ്പിംഗിൽ ഒരു ത്രെഡിനെ ഉറക്കി പിന്നെ ഉണർത്താനുള്ള ഒരു ഓവർഹെഡ് ഉണ്ട്. അപ്പോ എപ്പോഴാണ് ഏതുപയോഗിക്കേണ്ടത്? ലോക്ക് കുറച്ചു നേരത്തേക്ക് വേണ്ടിവരുന്നുള്ളൂ എങ്കിൽ സ്പിന്നിംഗ് നല്ലതാണ്. പക്ഷെ ഒരുപാട് നേരം കാത്തിരിക്കണമെങ്കിൽ സ്ലീപ്പിംഗ് ആണ് ലാഭകരം. അപ്പോൾ ചുരുക്കി പറഞ്ഞ സ്പിന്നിംഗ് വേണോ സ്ലീപ്പിംഗ് വേണോ എന്നുള്ളത് സിസ്റ്റത്തിന്റെ പ്രകടനം തീരുമാനിക്കുന്ന ഒരു നിർണായക ഘടകമാണ്. ലോക്കിനു വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെ ദൈർഘ്യം കണക്കാക്കി വേണം ഒരു പ്രോഗ്രാമർ ഇതിലൊന്ന് തിരഞ്ഞെടുക്കാൻ. ഒറ്റ ഉത്തരമില്ല, സാഹചര്യം അനുസരിച്ചിരിക്കും. അപ്പോൾ നമ്മൾ 2 ഓപ്ഷനുകൾ കണ്ടു. ഒന്ന് CPU സൈക്കിൾസ് വെറുതെ കളയുന്നു, മറ്റേതിന് കോണ്ടെക്സ്റ്റ് സ്വിച്ചിന്റെ വലിയ ഓവർഹെഡ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, സിൻക്രണൈസേഷന്റെ അടുത്ത ഘട്ടം എന്തായിരിക്കും? ഇവ രണ്ടിന്റെയും ദോഷങ്ങളില്ലാത്ത ഒരു പുതിയ മാർഗം സാധ്യമാണോ? ഇതാണ് ഇന്ന് കമ്പ്യൂട്ടർ സയൻസിലെ വലിയ ഗവേഷണ വിഷയങ്ങളിലൊന്ന്. ഇതിനെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായും ചിന്തിക്കണം. ഈ വിഷയം നന്നായി മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങളുടെ പരീക്ഷയ്ക്ക് എല്ലാ ആശംസകളും.